ഇന്നൊരു പൊരിച്ച കോഴിക്കറിയുടെ റെസിപ്പി ആയാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. പത്തിരിയുടെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് മസാലകളെല്ലാം ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അല്പം ചിക്കൻ മസാല കൂടി പുരട്ടി വെച്ചിട്ട് അല്പം നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം തിളച്ച എണ്ണയിലേക്കിട്ട് നന്നായിട്ട് ഫ്രൈ ചേർക്കാം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവരുത്, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനേ പാടുള്ളൂ. ആ എണ്ണയിലോട്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറിയുള്ളി, സവാള, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തക്കാളിയും ചേർത്ത് നന്നായിട്ട് അടച്ചു വെച്ച് അല്പസമയം വേവിക്കാം. വേറൊരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ചിട്ട് മസാലകൾ വറുത്തെടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ചിക്കൻ മസാല എല്ലാം കൂടെ നന്നായിട്ട് വറുത്തെടുക്കാം. കരിഞ്ഞു വരുതേ. അതിനുശേഷം അടച്ചു വെച്ചിരിക്കുന്ന സവാള ഗ്രേവിയിലേക്ക് ഈ മസാല ചേർത്തിട്ട് നന്നായിട്ട് മൂടി വെച്ച് അല്പസമയം കൂടെ വേവിക്കാം. അല്പം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് നല്ല ടേസ്റ്റാണ്. വറുത്ത് വെച്ചിരിക്കുന്ന കോഴിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കാം. ശേഷം അടച്ചു വെച്ച് അല്പം നേരം കൂടെ വേവിക്കാം. അതിനുശേഷം തേങ്ങാപ്പാൽ ഒഴിക്കണേ. പച്ചവെള്ളം ഒഴിച്ച കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോൾ. നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പത്തിരിയുടെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്.